50 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിലെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. അത് ഇപ്രകാരമാകും: ഉന്നത ഭാവമുള്ള ദുഷ്ടൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെ. അവർ തങ്ങളുടെ അഹന്തയിൽ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, അവരുടെ ചിന്തകളിൽ ദൈവത്തിനൊരു സ്ഥാനവും ഇല്ലെന്നാണ് മറ്റൊരു തർജ്ജിമ. അതിൽ ഇംഗ്ലീഷ് വളരെ മനോഹരമായിരിക്കുന്നു. ബിക്കോസ് ഹി ഈസ് പ്രൗഡ്, ദാറ്റ് ഈവിൾ പേഴ്സൺ ഡസ് നോട്ട് ടേൺ ടു ദ ലോർഡ്. There is no room for God in any of his thoughts. There is no room for God in any of his thoughts. There is no room for God. There is no room for God in any of his thoughts. അവൻ്റെ ചിന്താമണ്ഡലത്തിൻ്റെ ഒരു മൂലയിൽ പോലും ദൈവത്തിനൊരു ഇടമില്ല. റൂം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ദർ ഇസ് നോ റൂം. നമ്മുടെ വീടുകളിൽ 5 മക്കൾക്ക് ഓരോ റൂമാണ്. അപ്പനും അമ്മയ്ക്കും ഒരു റൂമാണ്, ഗസ്റ്റിനൊരു റൂമാണ്, ലിവിങ്, പിന്നെ സിറ്റ് ഔട്ട്, 2 ലിവിങ്, കിച്ചന്, 2 കിച്ചന് ഒക്കെ കാണും. വേർ ഈസ് ദ റൂം ഫോർ ഗോഡ്? ഇതൊരു ചോദ്യമല്ലേ? അവരുടെ ചിന്തയിൽ, ചിന്താമണ്ഡലത്തിൻ്റെ ഒരു മൂലയിൽ പോലും ദൈവത്തിനൊരു മുറിയില്ല. ഈ വചനം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെയുള്ള മനുഷ്യരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെപ്പോലുള്ളവരോട് നിങ്ങൾ ചോദിച്ചാൽ ഒരു മുറിയല്ല, എല്ലാ മുറിയും ദൈവം നിറഞ്ഞു നിൽക്കുക. ചിന്താമണ്ഡലത്തിൻ്റെ എല്ലാ മൂലയിലും, മുക്കിലും, മെയിൻ ഭാഗത്തും ദൈവം ഇങ്ങനെ നിൽക്കുക. അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളങ്ങനെ ചിന്തിച്ചു പോയി. എങ്ങനെയുണ്ട് താങ്കൾ? നിങ്ങൾ ഈ വചനം കേട്ടിട്ടങ്ങ് കളയാണോ, അതോ ഫോർവേഡ് ചെയ്യുകയാണോ? കേട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത് മതം ഇല്ലതിനകത്ത്, ജാതി ഇല്ലതിനകത്ത്, ഇത് ഇന്ന ആളുകൾക്കൊക്കെ പ്രയോജനപ്പെടാം എന്ന മനസ്സിൽ വരുന്നില്ലേ? മനുഷ്യരെ സ്നേഹിക്കുന്നവരില്ലേ? നമുക്ക് ഒത്തിരി സ്നേഹവും ബന്ധമൊക്കെ ഉള്ള മനുഷ്യരില്ലേ? അവർക്കൊന്ന് അയച്ചു കൊടുക്കാൻ പാടില്ലേ? അവരുടെ യൂട്യൂബിലേക്ക്, അവരുടെ ഫോണിലേക്ക് വാട്സപ്പ് വഴി വിടാമല്ലോ. അങ്ങനെ ഒരിക്കൽ കേട്ട് കഴിയുമ്പോൾ അവർ വീണ്ടും ആവശ്യപ്പെട്ടാലോ? There is no room for God. എത്ര സങ്കടമല്ലേ? There is no room for God. പിന്നെ ചിലരോ വെറുതെ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് പറയും. ദൈവം ഉണ്ടെന്നും ദൈവത്തെ വിളിക്കുന്നുണ്ടെന്നും ഒക്കെ പറയുമെങ്കിലും, എനിക്ക് കുട്ടികളെ അറിയാം, അവരെ പരീക്ഷ വരുമ്പോൾ അവർക്ക് ദൈവത്തെ വേണം. ഏതെങ്കിലും കുടുക്കി ചാടിക്കഴിയുമ്പം ദൈവത്തെ വേണം. അപ്പൊ കുടുക്കി ചാടിയാലും ദൈവത്തെ വേണ്ടാത്തവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ദൈവത്തിന് സ്ഥാനവും സ്ഥലവും കൊടുക്കാത്തതെന്ന് ഈ വാക്യത്തിൽ നിന്ന് കണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. ബിക്കോസ് ഓഫ് ഹി ഈസ് പ്രൗഡ്. അപ്പൊ ദൈവത്തെ അന്വേഷിക്കാത്തവൻ അഹങ്കാരിയാണ്. ദൈവത്തിന് ഇടം കൊടുക്കാത്തവൻ നെഗളിയാണ്, പ്രൗഡാണ്. നമ്മളാരും ആ ഗണത്തിലല്ലല്ലോ.
അങ്ങനെയുള്ള ചില പിള്ളേർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.